ഒരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ വ്യക്തിക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 166 പ്രകാരം കോമ്പൻസേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ലീഗൽ എയ്ഡ്സിന് ചില സാഹചര്യങ്ങളിൽ ഇഞ്ചേർഡിന് വിദേശത്ത് പോവുകയോ അതല്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരൊരു പവർ ഓഫ് അറ്റോർണിക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചില ഡെത്ത് കേസിൽ അവരുടെ അനന്തരാവകാശികൾക്ക് ലീഗൽ എയറിന് അതോടൊപ്പം തന്നെ അവരുടെ ആശ്രിതർക്കും മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിലെ നഷ്ടപരിഹാരത്തിന് വേണ്ടി സമീപിക്കാവുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ഈ ഒരു അപകടം മൂലം നഷ്ടം സംഭവിക്കുന്ന വ്യക്തികളുണ്ടാവും. ഉദാഹരണത്തിന് അവരുടെ വാഹനത്തിന് നഷ്ടം ഉണ്ടാവും, ചിലപ്പം അവരുടെ പ്രോപ്പർട്ടി, അതായത് മതിൽ, തൂണ്, ഗേറ്റ് എല്ലാം തന്നെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമകൾക്കും നഷ്ടപരിഹാരത്തിന് വേണ്ടി മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ്. ഈ ഒരു സെക്ഷൻ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് ഒരു സാമൂഹിക സുരക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽഫെയർ ലെജിസ്ലേഷനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ പുതിയൊരു അമെൻമെൻറ്റ് പ്രകാരം ഒരു വാഹനാപകടത്തിൽ ഉള്ള പ്രതികൾക്ക് പോലും, ആ വാഹനത്തിലെ പ്രതിയാണെങ്കിൽ പോലും അവർക്ക് ഈ ആക്ടിലെ 164 പ്രകാരം നഷ്ടപരിഹാരത്തിന് വേണ്ടി മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ്.